നമ്മുടെ സൂപ്പർ താരങ്ങൾക്ക് ലഭിക്കുന്ന പ്രേക്ഷക പിന്തുണ ഞെട്ടിപ്പിക്കുന്നതാണ്. അവരുടെ പല സിനിമകളും ബോക്സ് ഓഫീസ് ഫ്ലോപ്പുകളാകുമ്പോഴും അടുത്ത സിനിമയ്ക്കായിട്ടുള്ള പ്രതീക്ഷ അവർ വാനോളമാണ് വെക്കുന്നത്. അതുപോലുള്ള സിനിമകളാണ് ഓരോ സൂപ്പർ താരങ്ങളും അവർക്ക് കൊടുക്കുന്നത്. എടുത്തു പറയേണ്ടത് മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകളെ കുറിച്ച് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പല സിനിമകളും ബോക്സ് ഓഫീസ് ഫെയിലിയർ ആയപ്പോൾ അടുത്ത സിനിമയ്ക്ക് വേണ്ടി അതിലും വലിയ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. കാരണം അത്രയ്ക്ക് വലിയ സിനിമയാണ്. പ്രേക്ഷക ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് മോഹൻലാൽ അടുത്ത സിനിമയുമായി എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആസിഫ് അലി പറഞ്ഞ ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ശ്രദ്ധ നേടുകയുണ്ടായി. ഇന്ന് ചാനലുകൾ കാണുന്ന സ്വഭാവം ആളുകളിൽ വളരെ കുറഞ്ഞുവെന്ന് പറയുകയാണ് ആസിഫ് അലി. പണ്ട് ഓണത്തിനും ക്രിസ്മസിനുമൊക്കെ മോഹൻലാലിന്റെ അഭിമുഖം കാണാൻ കാത്തിരിക്കുമായിരുന്നുവെന്നും അന്ന് അദ്ദേഹത്തെ സിനിമയിലല്ലാതെ കാണുന്നത് ഇത്തരം അഭിമുഖങ്ങളിലാണെന്നും ആസിഫ് പറയുന്നുണ്ട്. അന്നത്തെ ആ ഓഡിയൻസ് ഇന്ന് നമുക്കില്ലെന്നും ഇപ്പോൾ അഭിമുഖവും പ്രൊമോഷനും എങ്ങനെയാണ് ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എത്തിക്കുക എന്നാണ് ചിന്തിക്കുന്നതെന്നും നടൻ പറഞ്ഞു. തന്റെ ഏറ്റവും പുതിയ ചിത്രമായ രേഖാചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് ആസിഫ് അലി ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞത്. ഇന്ന് ആളുകൾ ചാനലുകൾ കാണുന്ന സ്വഭാവം വളരെ കുറഞ്ഞു. പണ്ട് ഓണത്തിനും ക്രിസ്മസിനുമുള്ള എന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ലാൽ സാറിന്റെ ഇന്റർവ്യൂസ് ആയിരുന്നു. അന്നൊക്കെ ലാൽ സാറിനെ നമ്മൾ സിനിമയിൽ അല്ലാതെ കാണുന്നത് ഇത്തരത്തിൽ ഫെസ്റ്റിവൽ സീസണിൽ വരുന്ന അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂയിലൂടെയാണ്. എല്ലാ ഓണത്തിനും അദ്ദേഹം ഒരു പൂക്കളത്തിന്റെ സൈഡിൽ മുണ്ടെടുത്ത് ഇരുന്നിട്ടാണ് ഇന്റർവ്യൂ കൊടുക്കുക. അതിൽ സിനിമയെ പറ്റി മാത്രമല്ല ലാൽ സാർ പറയാറുള്ളത്. അദ്ദേഹം ജീവിതത്തെ കാണുന്ന രീതിയും അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകളെ പറ്റിയും അമ്മയെക്കുറിച്ചുമൊക്കെയാണ് പറയുക. ഫെസ്റ്റിവൽ സീസണിൽ 5-6 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഇന്റർവ്യൂവിന്റെ പ്രൊമോ വീഡിയോസ് ചാനലിൽ വന്നു തുടങ്ങും. അപ്പോൾ മുതൽ നമ്മൾ അത് കാണാൻ പ്ലാൻ ചെയ്ത് തുടങ്ങുകയായിരുന്നു. ആ ഓഡിയൻസ് ഇപ്പോൾ നമുക്കില്ല. ഇപ്പോൾ ഒരു അഭിമുഖവും പ്രൊമോഷനും ഒക്കെ എങ്ങനെയാണ് ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എത്തിക്കുക എന്നാണ് ചിന്തിക്കുക. ആസിഫ് അലി പറഞ്ഞത് ഇങ്ങനെ. ഓഡിയൻസിന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു എങ്കിലും മോഹൻലാൽ പോലുള്ള താരത്തിന് ലഭിക്കുന്ന പ്രേക്ഷക വൃന്ദം മികച്ചത് തന്നെയെന്ന് ഇന്നും വ്യക്തമാക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വലിയൊരു കൂട്ടം പ്രേക്ഷകരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവർക്ക് വേണ്ടി ഗംഭീര സിനിമകൾക്ക് തയ്യാറാകുന്നു. 2025 അദ്ദേഹത്തിന്റെ സിനിമകളുടെ തെരഞ്ഞെടുപ്പുകളും ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും പുതിയ ചിത്രത്തിലേക്ക് മോഹൻലാൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലേക്ക്. സത്യനന്ദിക്കാട് ഒരുക്കാൻ പോകുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലേക്ക് മോഹൻലാൽ അടുത്ത മാസം ആദ്യത്തോടുകൂടി ജോയിൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കൂടാതെ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ഒരു ചിത്രവും അണിയറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ആ ചിത്രത്തിലെ മോഹൻലാലിന്റെ പോർഷനുകൾ അഭിനയിക്കാനായി മോഹൻലാൽ എത്തിയേക്കുമെന്നുള്ള അപ്ഡേറ്റിൽ കൂടി മൂവി അനലിസ്റ്റുകൾ നൽകുന്നുണ്ട്. അതൊരു ഫെബ്രുവരി മെയ് മാസങ്ങളിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും മോഹൻലാൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലാണ്. ഋഷഭ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണവും മോഹൻലാലിന് തീർക്കേണ്ടതുണ്ട് എന്ന് നിൽക്കുമ്പോൾ അടുത്തത് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലേക്ക് വരും. ഈ വർഷം തന്നെ ഹൃദയപൂർവ്വവും അതുകൂടാതെ മറ്റ് 2 ചിത്രങ്ങളിലും മോഹൻലാൽ ജോയിൻ ചെയ്തേക്കുമെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഹൃദയപൂർവ്വം ആദ്യമായി പ്ലാൻ ചെയ്തിരിക്കുന്നത് 60 ദിവസത്തെ ഷൂട്ടിംഗ് എന്ന രീതിയിലാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഇതാണ് അവർക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്ന് മൂവി അനലിസ്റ്റുകൾ പറയുമ്പോൾ ഹൃദയപൂർവ്വത്തിന് ശേഷം മോഹൻലാൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് അമൽ നീരദിന്റെ ചിത്രത്തിലായിരിക്കും എന്നതാണ്. ഒരു കൂട്ടം ആരാധകർ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. അമൽ നീരദിൻ്റെതായി നിരവധി പ്രോജക്റ്റുകൾ മോളിവുഡിൽ തന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒന്ന് മമ്മൂട്ടി പ്രോജക്റ്റ് എന്നൊക്കെ പറയുമ്പോഴും മോഹൻലാൽ പ്രോജക്റ്റ് ആയിരിക്കും വരാൻ സാധ്യത കൂടുതൽ എന്നാണ് മൂവി അനലിസ്റ്റുകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടായി പറയുന്നത്. ഹൃദയപൂർവ്വത്തിന്റെയും മഹേഷ് നാരായണൻ മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്ന ചിത്രത്തിന്റെയും ഷൂട്ടിങ്ങിന് ശേഷമേ ഇതിന്റെ കാര്യത്തിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ. ഇതുകൂടാതെ ജിതു മാധവൻ ഒരുക്കുന്ന മോഹൻലാൽ ചിത്രവും ഈ വർഷം തന്നെ സംഭവിക്കാൻ പോവുകയാണ്. അത് മോഹൻലാൽ തന്നെ സ്ഥിരീകരിച്ച കാര്യവുമാണ്. ഈ 3 ചിത്രങ്ങളും ഈ വർഷം തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള ചിത്രങ്ങൾ എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ. കൂടാതെ മോഹൻലാലിന്റെ ഗംഭീര സിനിമകൾ നമുക്ക് മുന്നിലേക്ക് ഈ വർഷം എത്തുകയാണ്. തുടരും ഇപ്പോൾ എത്തും. അതിനുശേഷം എമ്പുരാൻ എന്ന ചിത്രവും